വേറെ MLA മാരുണ്ട്, മലബാർ LDF-ന്റെ MLA-മാരുണ്ട്. അങ്ങനെ താരതമ്യേന എല്ലാ മണ്ഡലങ്ങളിലും നടന്ന വികസനത്തിൻ്റെ ഒരു പതിപ്പല്ല നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. നിലമ്പൂരിൽ തീർച്ചയായും PV അൻവറിൻ്റെ മുൻകൈയിൽ അദ്ദേഹം മുൻകൈ എടുത്ത് നടത്തിയ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ മുന്നണിയേക്കാൾ അവിടെ രാഷ്ട്രീയമായി മേൽക്കൈ ഉള്ളത് UDF-ന് തന്നെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ഈ നിഷ്പക്ഷൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും നടന്ന വികസനത്തെക്കാൾ കൂടുതൽ നിലമ്പൂർ നടന്നിട്ടുണ്ട്. അദ്ദേഹം സമ്മതിക്കുന്നു. ആ വികസനം നടത്തിയത് അൻവർ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടാണോ? അൻവർ ആഫ്രിക്കയിലായിരുന്നെന്നും അൻവർ നാട്ടിലില്ലായിരുന്നുവെന്നാണ് UDF-ന്റെ ക്യാമ്പയിൻ. അൻവറിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നിയമസഭയിലോ എവിടേക്കോ പരാതി കൊടുത്തു പോലും ഇവര്. VD സതീശനാന്ന് തോന്നുന്നു. അൻവറിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. കാരണം അൻവർ നാട് വിട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ നാട് വിട്ട് ആഫ്രിക്കയിൽ അൻവർ ഒളിച്ചുപോയിന്ന് UDF-കാർ പറയുമ്പോഴും അവിടെ വികസനം നടന്നു. അത് അൻവർ കൊണ്ടുവന്നതെന്നാണ് നിങ്ങളുടെ നിഷ്പക്ഷന്റെ വാദം. ഈ നിഷ്പക്ഷൻ എവിടുന്ന് വന്നതാ? എനിക്ക് തീരെ മനസ്സിലായില്ല. അങ്ങനെ ഈ നിഷ്പക്ഷത എവിടുന്ന് കിട്ടിയതാ? അതുകൊണ്ട് അദ്ദേഹത്തെ ആരോ പാട്ടത്തിനെടുത്തിട്ടുണ്ട്. ആരാണ് അദ്ദേഹത്തെ പാട്ടത്തിനെടുത്തതെന്ന് എപ്പോൾ മനസ്സിലായി? ചർച്ചയുടെ അവസാനം UDF-നാണ് ഇവിടെ എഡ്ജെന്ന് മനസ്സിലായി. എന്താ UDF-ന് എഡ്ജ് ഉണ്ടാകാൻ കാരണം? പണ്ടേ UDF-ന്റെ സ്ഥലമാണ്. പിന്നെ അവർക്കിടയിൽ എന്തോ ചെറിയ ചെറിയ കടുകുവറുത്ത തർക്കമുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? നിലമ്പൂരിൽ 4 പേരെ അടിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് 6 പേരെ അടിക്കണത്. കെ സുധാകരന്റെ പത്രസമ്മേളനം കണ്ടായിരുന്നോ? അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റാണോ അല്ലയോ? അദ്ദേഹം ചാർജുകാരനാണോ അല്ലയോ? എന്താ കേരളത്തിലെ കോൺഗ്രസ് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തോ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു വെച്ചാൽ തീരാവുന്നതുള്ളൂ. ഇന്ത്യ രാജ്യത്തെ തകരുന്ന കോൺഗ്രസിന്, ഹൈക്കമാൻഡിന് പോലും വിലയില്ലാത്തൊരു കോൺഗ്രസിന്, തമ്മിലടിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് ഏതെങ്കിലും നിയമസഭാ സീറ്റിലേക്ക് 1-2 പേരൊക്കെ നിർത്താൻ പറ്റിയേക്കും. പക്ഷെ കോൺഗ്രസിന് എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും സ്കൂൾ നന്നായിട്ടില്ല എന്ന് പരാതി പറയാനുണ്ടോ? നാട്ടുകാർക്ക് എന്താ വേണ്ടത്? നാട്ടിലെ ജനങ്ങൾക്ക് സ്കൂൾ നന്നാകണം. നിലമ്പൂരിലെ സ്കൂളുകൾ നന്നായോ? നിലമ്പൂരിലെ ആശുപത്രികൾ നന്നായോ? നിലമ്പൂരിലെ റോഡുകൾ നന്നായോ? ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയപ്പോഴാണ് നമ്മുടെ മലയോര പാത എഴുതി വന്നത്. മലയോര പാത കൊണ്ടുവന്നത് PV അൻവർ ആണോ? ബഹുമാനപ്പെട്ട നിഷ്പക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞു നോക്കി. മലയോര പാത എന്ന് പറയുന്നത് കേരളം മുഴുവനുള്ളതാണ്. തീരദേശ പാത ഇതുവഴി ഇല്ല, അത് കേരളം മുഴുവനുള്ളതാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ മലയോര പാത പെടുന്നെങ്കിൽ അത് അൻവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാതയാണോ? നാട്ടുകാരങ്ങനെ കാണണോ? പിന്നെ ഇന്നിപ്പോ പെൻഷൻ കൊടുക്കുകയാണ് 3200 രൂപ. 2 ഗഡു ഇപ്പോൾ കൊടുക്കുകയാണ്. ഇനി 2 ഗഡു കൂടെ ഒരു ഗഡു കൂടെ കുടിശ്ശിക ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടെ കൊടുക്കും. കുടിശ്ശിക വരാൻ കാരണം കേന്ദ്ര സർക്കാർ ചവിട്ടിയതാണ്. നരേന്ദ്രമോദി ഇങ്ങനെ പിണറായി വിജയനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കേരളത്തിനുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ്. 3000 കോടിയാണ് ഒരാഴ്ച മുന്ന് കേരളത്തിന് ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് പണം വെച്ചില്ല എന്ന് പറഞ്ഞ് വെട്ടിക്കുറച്ചത് മിനിങ്ങാന്ന്. വയനാടിന് എത്ര തന്നെന്ന് നമുക്കറിയാമല്ലോ. വിഴിഞ്ഞത്തിന് എത്ര തന്നെന്ന് അറിയാമല്ലോ. നരേന്ദ്രമോദി ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഒട്ടിക്കണത്? പിന്നെ ആർലേക്കർ സവർക്കറുടെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ സവർക്കർക്കെതിരായിട്ട് ബാനർ എഴുതി വെച്ചത് കോൺഗ്രസ് അല്ല കേട്ടോ. KSU പിള്ളേരല്ല. സവർക്കർക്കെതിരായിട്ടും ആർലേക്കർക്കെതിരായിട്ടും ആരു മുഹമ്മദ് ഖാനെതിരായിട്ടും ആരാണ് സമരം നടത്തിയത്? കാലിക്കട്ട് സർവകലാശാല മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികള് സെനറ്റിനകത്ത് ഈ ഗവർണർ ഒപ്പിട്ട കടലാസിന്റെ ഭാഗമായി കയറിയില്ലേ? ആര് പോയി വീട്ടിൽ പോയി പറഞ്ഞിട്ടാ? പിണറായി വിജയൻ എഴുതി കൊടുത്ത ലിസ്റ്റിൽ നിന്നാണോ KSU-കാരും മുസ്ലിം ലീഗുകാരും ആരു മുഹമ്മദ് ഖാന്റെ പട്ടികയിൽ സെനറ്റിലും സിൻഡിക്കേറ്റിലും വന്നത്? അപ്പൊ മനസ്സിലാക്കണം, കൂട്ടുകച്ചവടക്കാർ നിങ്ങളായിരുന്നു. ആരു മുഹമ്മദ് ഖാന്റെ വീട്ടിൽ താമസക്കാരായിരുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്തവരാ. ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് BJP-യോടും RSS-നോടും വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാതെ പോരാടുന്ന ഒരു പ്രത്യേക ശാസ്ത്രം. 20-ാം തീയതി വെച്ചിരുന്ന പണിമുടക്ക് ജൂലൈ 9 മാറ്റിയിരിക്കുക. പണിമുടക്കിനകത്ത് നരേന്ദ്രമോദി എങ്ങനെ കാല് തിരുമിക്കുകയാണോ? നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയാണോ തൊഴിലാളി വർഗത്തിന്റെ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരള സർക്കാർ ഫെഡറലിസത്തിന്റെ വിഷയത്തിനകത്ത് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കേന്ദ്രത്തിലെ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസ് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ധനകാര്യ മേഖലയെ കൊടുത്ത കേസ് യുദ്ധം ചെയ്ത് നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മോദിയായിട്ട് ഒട്ടി നിൽക്കുകയാണ് എന്ന് നിങ്ങളുടെ CTS കനകോല് പറഞ്ഞു എന്നാണ്. അത് നിങ്ങൾ പറഞ്ഞു. പക്ഷെ പറയുന്ന കാര്യം എന്താണ്? വികസനം ഉണ്ടോ? വികസനം പറഞ്ഞാൽ ഡിഫൻസിലാണ്. ഒരു പുതിയ സിദ്ധാന്തം ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളുടെ നിഷ്പക്ഷൻ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. വികസനം കൊണ്ടുവന്നാൽ എന്താ പറയുക? പ്രതിരോധത്തിലാണ്. പിന്നെ വികസനം അല്ലാണ്ട് എന്താ പറയേണ്ടത്? നാട്ടുകാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തി? വർഗീയ കലാപമില്ലാത്ത കേരളം, മതനിരപേക്ഷമായ കേരളം, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവൻ തലകുനിക്കേണ്ട നാടല്ല കേരളം എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്ന വിധം കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തുന്നു കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ. ഇത് ചെറിയ കാര്യമാണോ? ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു സ്ഥലങ്ങളിലെ അവസ്ഥ എന്താ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പറയാം. നിങ്ങളുടെ തന്നെ മീഡിയ വൺ തന്നെ നടത്തിയ ഒരു ഔട്ട് ഓഫ് ഫോക്കസിലൊരു കാര്യം എന്തായിരുന്നു? ഒരു കൊച്ചുകുട്ടിയെ ചവിട്ടിക്കൊന്നു പോലീസ്, UP-യിലെ പോലീസ്, അല്ലെ രാജസ്ഥാനിലെ പോലീസ്, BJP-യുടെ പോലീസ്. വൃന്ദാക്കാരായിട്ട് അവിടെ പോയി. രാഹുൽ ഗാന്ധി പോയോ?
സോണിയാഗാന്ധി പോയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പോയോ ചോദിച്ചത് നിങ്ങളുടെ ചാനലാ. ഒരു ഒറ്റ ഉദാഹരണം മതി. ബുൾഡോസറുകൾ നിരന്നു നിന്നപ്പോൾ ആരുണ്ടായിരുന്നു നേരിടാൻ, കോടതി പോകാൻ? നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു മതരാഷ്ട്രീയത്തോടും പിന്തുണ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മതരാഷ്ട്രീയം കളിക്കുന്നവർക്ക് പിന്തുണ ഇല്ലെന്നേ ഉള്ളൂ, മതത്തോട് എതിർപ്പുണ്ടെന്നല്ല. അതാണ് അതിന്റെ വ്യത്യാസം. അവിടെ മതരാഷ്ട്രീയം നടത്തുന്നത് ഏത് കൂട്ടരാണെങ്കിലും, അത് ഇസ്ലാം മതത്തിന്റെ പേരിൽ നടത്തുന്നവരാണെങ്കിലും ഹിന്ദു മതത്തിന്റെ പേരിൽ നടത്തുന്നവരാണെങ്കിലും ക്രിസ്തു മതത്തിന്റെ പേരിൽ നടത്തുന്നവരാണെങ്കിലും മതരാഷ്ട്രീയക്കാരുടെ ഒരു സന്ധിയുമില്ല എന്ന് പറയുമ്പോൾ മതവിശ്വാസികൾക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ മണ്ണൊരുക്കുന്ന കേരളം. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഡിഫൻസിലാ? 5.5 ലക്ഷം പേർക്ക് ലൈഫ് മിഷൻ വീട് വെച്ചു എന്ന് പറഞ്ഞാൽ ഡിഫൻസിലാ? 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു, ഞങ്ങൾ ഡിഫൻസിലാ? കേരളത്തിലെ സർവകലാശാലകളെല്ലാം 1-ാം സ്ഥാനത്ത്, നിങ്ങൾ ഡിഫൻസിലാണോ? ഇതെന്ത് നിഷ്പക്ഷ നിരീക്ഷകനാപ്പ? തൊട്ടുടനെ മാസങ്ങൾക്കുള്ളിൽ 2 തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, തൊട്ടുടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ പ്രവർത്തനത്തിലുള്ള ഒരു വിലയിരുത്തലാകുമോ നിലമ്പൂരിൽ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യത്തിന് നല്ല നിലയിൽ പരാജയപ്പെടുകയാണ് കേരളത്തിൽ ചെയ്തത്. അതിനുശേഷം നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്, തൊട്ടുടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. നിയമസഭയിലേക്കാണെങ്കിൽ LDF-നാണ് വോട്ട് ചെയ്യേണ്ടത്. ലോകസഭയിലാകുമ്പോൾ കോൺഗ്രസിന് ഒരു ദേശീയ രാഷ്ട്രീയത്തിലെയും ഒരു മേൽക്കൈ വെച്ചുകൊണ്ട് അവർക്ക് വോട്ട് നൽകുക എന്നൊരു പാറ്റേൺ 2 തെരഞ്ഞെടുപ്പുകളിലായി കേരളത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിരാകരിക്കുകയല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമസഭയിൽ LDF-ന് വോട്ട് എന്നാണ് ചേലക്കരയിലെ ജനങ്ങൾ കണ്ട ഒരു ജനവിധി. പിന്നീട് നമ്മൾ നോക്കിയാൽ പാലക്കാടും LDF-ന് വോട്ട് കൂടി. 3-ാം സ്ഥാനത്ത് LDF വന്ന ആ മണ്ഡലത്തിൽ 2 പഞ്ചായത്തുകളിൽ LDF-നാണ് 1-ാം സ്ഥാനം. അപ്പോൾ 3-ാം സ്ഥാനത്ത് പോയവർ 2 പഞ്ചായത്തിൽ 1-ാം സ്ഥാനത്ത് വരുന്നതിന് അർത്ഥം എന്താണ്? ജനങ്ങൾ LDF-നെ നിരാകരിക്കുകയല്ല ചെയ്തത്. പാലക്കാട് തെരഞ്ഞെടുപ്പിലാകട്ടെ, അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലാവട്ടെ, അവിടുത്തെ സാഹചര്യം വെച്ചിട്ടൊരു വിധിയുണ്ടായി. നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് ക്യാമ്പയിൻ 1 മാസമായിട്ട് നടക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ജില്ലാതല യോഗങ്ങൾ, ഓരോ ജില്ലകളിലും റാലികൾ, വിവിധ മേഖലകളിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായുള്ള കൂടിക്കാഴ്ചകൾ. ഇതിലൂടെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രസരിക്കപ്പെട്ട 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്ന് പറയുന്നത്, മന്ത്രിസഭയുടെ 9-ാം വാർഷികം വന്നപ്പോൾ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ആ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ കളവാണ് എന്ന് പറയും. ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പത്രസമ്മേളനം ഇല്ല. അദ്ദേഹം പണ്ടെങ്ങോ കനകോലം എഴുതി കൊടുത്ത റെക്കോർഡ് വെച്ച് അദ്ദേഹത്തിന്റെ അനുയായികളും പറയുന്നതല്ലാതെ എന്താണ് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിനേക്കാൾ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് UDF പറയട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായി മാറിയത് PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോകാനിടയായ സാഹചര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. LDF-ന് അസ്വീകാര്യമായ കാര്യങ്ങളുമായിട്ട് വന്നു, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, അദ്ദേഹത്തിന്റെ വഴി തേടി. പ്രശ്നം അവിടെ അല്ല. ഇന്ന് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിന് അപകടകരമാണ്. നരേന്ദ്രമോദിയെ വിശുദ്ധവൽക്കരിക്കുക, മുഖ്യമന്ത്രി പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയെ വിശുദ്ധവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് അൻവർ നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വത്തിന് പിന്നിൽ UDF മോദിക്കും അൻവറിനും പിന്നിൽ കൂട്ടിക്കെട്ടപ്പെടുകയാണ്. അതെവിടെ വരെയാണ് മുന്നണി വലുതാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടല്ലോ. പാലക്കാട് നമ്മൾ കണ്ട കാര്യമാണല്ലോ. അതുകൊണ്ട് BJP മത്സരിക്കുന്നില്ലെങ്കിൽ ആ വോട്ടും കൂടി മോദിയുടെ പിന്തുണ കൊണ്ട്, മോദി സ്തുതി കൊണ്ട് ഞങ്ങൾക്കാകട്ടെ എന്ന തരത്തിൽ അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് UDF രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദിയെ സ്തുതിക്കുന്ന ഒരു തരത്തിലേക്ക് വരുന്നത്. അൻവർ പറയുമോ? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് മോദിയേക്കാൾ വലിയ ഫാഷിസ്റ്റാണ് പിണറായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആപ്പീസിനെ കുറിച്ചും എന്തെല്ലാം ഈ അൻവർ പറഞ്ഞു. ഫാസിസ്റ്റ് ആണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഓരോരുത്തരും അനുഭവിക്കുന്ന എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി കേരളത്തിൽ നിന്നുണ്ടായോ? മാത്രമല്ല, പച്ച നുണ വിളിച്ചു പറഞ്ഞിട്ടും ഈ അൻവർ ഒരു കേസിലും അത് തെളിയിക്കാനായിട്ട് അദ്ദേഹം തെളിവുമായിട്ട് പോയില്ലല്ലോ. പച്ച നുണ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗമാകുമ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൂടി വാലാടുന്ന പോലെ അനിൽകുമാർ, അതാണ് എന്റെ പോയിന്റ്. അതായത് PV അൻവർ LDF-ൽ രാജിവെക്കാനും MLA സ്ഥാനം രാജിവെക്കാനും ഉണ്ടായ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉയർത്തിയ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉയർത്തിയ ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ ഇപ്പോഴും, ഉത്തരം കിട്ടാതെ? ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല. അല്ലല്ല, അൻവർ ഒളിച്ചുപോയി. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് വ്യക്തതയില്ലാത്തത്? അദ്ദേഹം പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ
സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് മറ്റു ജില്ലകളിലെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കരിപ്പൂർ എന്ന് പറയുന്ന വിമാനത്താവളം ആ ജില്ലയുടെ ഭാഗമായി ഭൂമിശാസ്ത്രപരമായി വരുന്നത് കൊണ്ട് ഒരു കണക്ക് പറയാനിടയായി വന്നു. അതിനപ്പുറത്തൊരു ജില്ലയുടെ പ്രശ്നമില്ല. അത് വെച്ചിട്ട് അൻവർ കളിച്ച കളി ഈ മലപ്പുറത്തെ ജനങ്ങൾ സമ്മതിക്കോ? ഈ അൻവർ എന്ന് പറയുന്ന മാന്യന് ഏതെങ്കിലും ഒരു തെളിവ് കൊടുക്കാനുണ്ടോ? ഏതോ ഒരു കേസിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണം അദ്ദേഹം ആരോപിച്ചു. സർക്കാർ പറഞ്ഞ് അന്വേഷിക്കാം, സർക്കാരിന് മറക്കേണ്ട കാര്യമില്ല. പക്ഷെ അന്വേഷിക്കാന്ന് പറയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ടി തെളിവ് കൊടുക്കണ്ടേ? ഇദ്ദേഹത്തിന്റെ ജോലി എന്താ? നിങ്ങൾ തെളിവുണ്ടാക്കണം. ഏത് തെളിവുണ്ടാക്കണം? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. പിന്നെ അൻവർ ഒളിച്ചുപോയി. പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് കളവ് പറഞ്ഞിട്ട് ഒളിച്ചുപോയി. അൻവർ ഒളിച്ചുപോയിരിക്കുകയാണ്. അൻവറിനെ ഞാൻ നാളെ രാവിലെ വെല്ലുവിളിക്കുകയാണ്. നിലമ്പൂർ പ്രസ് ക്ലബിലേക്ക് വാ. ഉന്നയിച്ച ആരോപണത്തിൽ വസ്തുത എന്താ? എന്ത് തെളിവാണുള്ളത്? അജിത്കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, തെളിവ് കൊണ്ടുവാ. മറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ എന്താ കണ്ടെത്തിയത്? ഞാൻ അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ തെളിവ് എന്താ? ഈ ആരോപിക്കുന്ന ആള് തെളിവ് കൊടുക്കണ്ടേ? അങ്ങേരെ ഒളിച്ചു പോയിരിക്കുകയാണ്. അങ്ങേര് ബംഗാളിൽ ചെന്ന് തൃണമൂൽ കോൺഗ്രസിൽ പോയിരിക്കുകയാണ്. തെളിവില്ലാതെയും വെളിവില്ലാതെയും വർത്താനം പറയുന്ന ഒരാള്, നാട്ടിൽ നെല്ലില്ലാതെ വർത്താനം പറയുന്ന ഒരാൾ ചുമ്മാ മുഖ്യമന്ത്രി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അടിസ്ഥാനരഹിതമാണ്. അതൊന്നും തെരഞ്ഞെടുപ്പ് ചർച്ചയാകില്ല എന്നാണ് CPM-ന്റെ നിലപാട്. RSS ജനറൽ സെക്രട്ടറി നേരിട്ട് പോയി കണ്ടു ADGP MR അജിത് കുമാർ എന്ന ആരോപണത്തെ. ആ ആരോപണം നിലനിൽക്കുമ്പോൾ അതിന്മേലുള്ള അന്വേഷണം തുടരുമ്പോൾ അദ്ദേഹത്തിന് പടിപടിയായി ഉയർച്ചയുണ്ടാകുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും അദ്ദേഹം DGP ആവാനും സാധ്യതയുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. എന്താ തെറ്റിയെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ ഏത് പോലീസുകാരനാണ് RSSകാരുമായിട്ട് കാണാത്തത്, ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് കാണാത്തത്? SDP-കാരുമായിട്ട് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റുമോ? പോപ്പുലർ ഫണ്ട് ഇപ്പം നിരോധിച്ചിട്ടുണ്ട്. എത്രയോ പോപ്പുലർ ഫണ്ട് പ്രവർത്തകന്മാരുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർത്തമാനം പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവർ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു പരാതി ഉയർന്നപ്പോൾ പരാതിക്ക് അടിസ്ഥാനമായ കാര്യം എന്തെന്ന് ബന്ധപ്പെട്ട ആളോട് ചോദിക്കാൻ ചുമതലപ്പെട്ട ആളാരാണ്? അദ്ദേഹത്തിന് മേലുള്ള ആൾ ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. ചോദിച്ചിട്ട് മറുപടി കിട്ടുമ്പോൾ അതിന്റെ ബാക്കി കാര്യം ചെയ്യും. ഇനി നിങ്ങളിവിടെ പറഞ്ഞ പോലെ ADGP അജിത് കുമാറിന് നിയമപരമല്ലാത്ത ഒരു പ്രൊമോഷനും കേരളത്തിലെ സർക്കാർ കൊടുക്കില്ല. നിയമപരമല്ലാത്തൊരു കാര്യം. മറിച്ച് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അയോഗ്യത വന്നാൽ അയോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഏത് പോസ്റ്റും നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷന് പരിഗണിക്കാവുന്ന പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രൊമോഷൻ വരുന്ന ഘട്ടത്തിൽ അയോഗ്യത വന്നാൽ അയോഗ്യത അങ്ങോട്ടുണ്ടല്ലോ. അയോഗ്യതയില്ല എന്ന വിവരം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടിറക്കിയ ഉത്തരവിൽ അതെന്തിനാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു ആഖ്യാനം ഉണ്ടാക്കുകയാണ്. ഞാൻ പറയാം, RSS നേതാക്കന്മാരെ പോയി ഡൽഹി പോയിട്ട് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ കണ്ടത് എന്തിനാ കണ്ടത്? RSSന്റെ ജനറൽ സെക്രട്ടറിയെ കാണാനോ RSS നേതാക്കന്മാരെ കാണാനോ IAS-കാരോ IPS-കാരോ നടക്കുന്ന പുതിയ കാര്യമല്ല. RSS തലവന്മാരുടെ കാല് തിരുമുന്നവരായി കേരളത്തിലെ ഇന്ത്യയിലെ IPS-നെയും IAS-നെയും മാറ്റി തീർത്തിട്ടുണ്ട്. ED ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്താ? ഇതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ LDF സർക്കാരിന് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ഞങ്ങളുടെ മുന്നിൽ വന്നാൽ പിടിക്കും. ഇവിടെ എന്താ നമ്മുടെ മുമ്പുള്ള വിഷയം? ഒരു RSS പ്രവർത്തകനാവട്ടെ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ആവട്ടെ, ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കണ്ടാൽ അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്ന ഒരു സർവീസ് ചട്ടം നമ്മുടെ മുമ്പിലില്ല. അപ്പൊ എന്ത് ചെയ്യും? സർക്കാർ ഇതിന്റെ പേരിൽ നടപടിയെടുത്താൽ അഡ്മിനിസ്ട്രേറ്റീവ് അത് വെറുതെ കണ്ടതല്ല പ്രശ്നം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യം സെലക്ടീവ് അന്വേഷിച്ച് പാടില്ല. സവർക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തിയെ കുറിച്ചാണ് ആളെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അതോ മറ്റേ RSSന്റെ ശാഖയ്ക്ക് സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് അത് കലക്കി ഇപ്പോൾ സർക്കാർ അന്വേഷിക്കുന്ന ADGP MR അജിത് കുമാർ സർക്കാർ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അനിൽകുമാർ പൂരം കലക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്ന് റിപ്പോർട്ട് കൊടുത്തത് അജിത് കുമാർ തന്നെയാണ്. അപ്പൊ അജിത് കുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ അതിൽ സർക്കാർ അന്വേഷിക്കുകയാണ്. ഈ ഗൂഢാലോചന ആണെങ്കിൽ അതിൽ കേസുണ്ടോ? അതിൽ കേസെടുക്കുമോ? അത് തന്നെ. അപ്പൊ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടല്ലോ. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. സുരേഷ് ഗോപി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ആംബുലൻസിൽ സുരേഷ് ഗോപി വരുന്നത് എങ്ങനെയാ? ആ പൂരം അട്ടിമറിക്കാൻ വേണ്ടി അവിടെ ചില ആളുകൾ കളിച്ചിട്ടുണ്ടെന്നുള്ളത് നാട്ടിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചന നടന്നു എന്ന് MR അജിത് കുമാർ കണ്ടെത്തിയിട്ട് സർക്കാർ കേസെടുത്തു. അനിൽകുമാർ, അവിടെ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ റിപ്പോർട്ടിലാണ്. ആ ഗൂഢാലോചന നടന്നുവെങ്കിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെങ്കിൽ കേസെടുക്കണ്ടേ? കേസെടുത്തിട്ടുണ്ടോ സർക്കാർ? ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരവുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നാണ്. ഒരു അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്മേൽ FIR എടുക്കാനാവില്ല. FIR എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലാവണം. അവിടെ ഒരു FIR എടുത്തിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ.